എനിക്ക് 12 മണിക്കൂറാണ് ഡ്യൂട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, 12 മണിക്കൂർ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിനകത്ത് പോകണമെങ്കിൽ അവരെ റൂമിനടുത്താണ് എന്റെ റൂം. ഉടനെ വിളിക്കും അടുത്തവരെ എന്നെ ഉറങ്ങാതാക്കിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ പകൽ അവർ ഉറങ്ങും. ഈ പകൽ ഉറങ്ങിയാലും നമ്മൾ അവിടെ പേഷ്യൻസ് ആയിട്ട് ഇരിക്കണം. രാത്രി അവരെ എണ്ണീറ്റിരിക്കുമ്പോ അവരെ കൂടെ ഇരിക്കണം. പിന്നെ എന്ത് ചെയ്യുന്ന എനിക്ക് അറബി അറിഞ്ഞുകൂടാ. അത് മാത്രല്ല അവർ ഉപദ്രവിക്കാൻ തുടങ്ങി, ചവിട്ടാൻ തുടങ്ങി. അവര് ചെരുപ്പെടുത്ത് കയ്യിൽ കൊടുക്കാൻ പറയും. ആ ചെരുപ്പിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ അങ്ങനെ ഇട്ട് അടിക്കും. എന്നിട്ട് ഞാൻ കഴിക്കേണ്ടത് അവര് തരണ എച്ചിലേ തിന്നാവൂ. കൊടുക്ക ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തായാലും ഇന്ത്യ കാണൂല, എന്റെ ചേട്ടനെ ആ കൊച്ചിനെ ആരെയും കാണാൻ പറ്റൂല. എന്നെ അവര് അത്രയ്ക്ക് ഉപദ്രവിച്ചു. എന്നിട്ട് പൂട്ടിയിടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അവിടെ 2 ഫിലിപ്പിയൻകാരികളുണ്ട്. അവരാണ് 2 ഗുബൂസൊക്കെ ഇങ്ങനെ കൊണ്ടു തരണത്. എന്നിട്ട് ആ ബാത്റൂമിനകത്താണ് വെള്ളം പിടിച്ച് കുടിച്ചുകൊണ്ട് കിടക്കണത്. ലാസ്റ്റ് ഞാൻ എന്റെ ഫോൺ അവര് വാങ്ങിച്ചു വെക്കുക. ഹസ്ബൻഡ് അമ്മയെ വിളിക്കണമെങ്കിൽ മാത്രമേ ഒരു കോള് സംസാരിക്കാനേ തരുള്ളൂ. എന്റെ കയ്യിൽ ഒരു ടാബ് ഉണ്ടായിരുന്നു, ഒരു ഫിലിപ്പൻകാര് തന്നെ. അതിൽ എന്റെ ഒരു സിം ഉണ്ടായിരുന്നു. ആ സിം എടുത്തിട്ട് ചേട്ടനെ വിളിച്ച് മെസ്സേജ് ഇട്ടിരുന്നു, ചേട്ടാ ഞാൻ മരിക്കും, ഇനി ഇന്ത്യ കാണാൻ പറ്റൂലെന്ന്. എന്റെ ഒരിതെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെ നമ്പർ ഒരു ഡയറിയിൽ എഴുതിയിട്ടിരിക്കും. അങ്ങനെ എനിക്ക് നേരത്തെ ജോലി ചെയ്ത വീട്ടില് ഒരു മലയാളി സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിന്റെ നമ്പർ എന്റെ കയ്യിൽ കിടന്നു. അപ്പൊ ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല, സിസ്റ്റർ രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും എനിക്കൊരു വഴി പറഞ്ഞു തരുമോന്ന്. സിസ്റ്റർ പറഞ്ഞു, നീ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എംബസിയിലോട്ട് വരാൻ പറഞ്ഞു, ഞാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാമെന്ന്. അങ്ങനെ എനിക്ക് ആ വീട്ടിലുള്ളവരെന്ന് വെച്ചാൽ ഈ പേഷ്യന്റിന്റെ സഹോദരിയാണെങ്കിൽ ഒരാള് പോലീസ്, ഒരാള് ജഡ്ജ്, അങ്ങനെയുള്ള ഒരു വലിയ വീടായിരുന്നു, ഒരു 5 നില വീട്. ആ വീട്ടിൽ നിന്ന് ഈ ഡയാലിസിസ് കഴിഞ്ഞ വെള്ളം കൊണ്ട് താഴെ ഇടാൻ പോണതുപോലെ ഞാൻ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആ ടാക്സി വന്ന് എന്നെ എംബസിയിൽ കൊണ്ടുപോയി. ഒരാഴ്ച വരെ ഒന്നും കഴിക്കാതൊക്കെയാണ് ഇരുന്നത്. ഈ 2 ഗുബൂസ് മാത്രമേ ഓരോ ദിവസം കിട്ടിയുള്ളൂ. എന്നെ കൊണ്ടുപോയി എംബസി പോയപ്പോ അവര് പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം, മലയാളി സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ആ സിസ്റ്റർ എന്നെ കൊണ്ടുപോയി വയറ് നിറച്ച് ഫുഡൊക്കെ തന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു. 1 മാസം വരെ എനിക്ക് കോർട്ടിലൊക്കെ പോണം. എന്റെ പാസ്പോർട്ട് കിട്ടിയില്ല. ഇവിടെ നിന്ന് എന്റെ ചേട്ടൻ പൈസ അയച്ചു തന്ന് വെള്ള പാസ്പോർട്ട് ഇട്ട് 10 ദിവസം ജയിലിൽ കിടന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 11ാമത്തെ. അന്ന് ഞാൻ നെടുമ്പാശ്ശേരി വന്നിറങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ അത് എന്റെ കല്യാണ ദിവസം തന്നെ ഞാൻ വന്നിറങ്ങി. ഇങ്ങനെ ഒരു ലൈഫ്, ഒരു പുനർജന്മം പോലെ കിട്ടിയതാണ് എന്റെ ഈ ലൈഫ്.